Dear Copa Trains, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ എടുത്തിരുന്ന ഈഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേരും കൂടി പറഞ്ഞിരുന്നു, ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു. അതിൽ ഈഫിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോമുകളുണ്ട്. അപ്പോൾ അതിൽ സിമ്പിൾ ആയിട്ടുള്ള ഈഫാണ് ഇപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഈഫ്. അതേപോലെ സിമ്പിൾ ആയിട്ട് ഈഫ് എൽസ് പോർഷൻ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു 2-3 പ്രോഗ്രാമുകൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ അസൈൻമെന്റ് ആയിട്ട് ചെയ്തിരുന്നു. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ബാക്കി പോർഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ സിമ്പിൾ ഈഫും അതേപോലെ ഈഫ് എൽസും ചെയ്തിട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ഈഫ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പാണ് ഈഫ് എന്നുള്ളത് ആണ് അടുത്ത സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈഫിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോമുകളാണ് ഞാനിവിടെ പറയുന്നത്. ഈഫ് അതിനായിട്ട് പറയുകയാണെങ്കിൽ ഈഫ് എന്ന് പറഞ്ഞാൽ ഈഫ് ഇറ്റ് സെൽഫ് ഒരു ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ മറ്റൊരു പേര് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ സിമ്പിൾ ഈഫ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ ഈഫിന്റെ കൂടെ ഒരു എൽസും കൂടി പോർഷൻ വരികയാണെങ്കിൽ അങ്ങനെ 2 ഓപ്ഷൻസ് ആണ് അപ്പോൾ വരുന്നത്. ഒരു ഈഫ് മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം ഈ സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കൊടുത്തത്. രണ്ടാമതായിട്ടുള്ള ഈഫ് എൽസ് 2 പോർഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മളിപ്പോ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഇത് ചെയ്തിരുന്നു. അതിലങ്ങനെയാണ് വരുന്നത്. അതേപോലെ വേറൊന്നാണ് ഗ്രേറ്റർ ദാൻ എ ബി എന്ന് പറഞ്ഞിട്ട് 2 സംഖ്യകളുണ്ടെങ്കിൽ അതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് കാണാനുള്ള എ ബിനേക്കാളും വലുതാണെങ്കിൽ അത് വരുന്നു, അല്ലെങ്കിൽ എൽസ് പോർഷൻ എക്സിക്യൂട്ട് ചെയ്യാം. അതേപോലെ അവസാനം ഞാൻ തന്നൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, ഓടും ഈവനും ചെക്ക് ചെയ്യാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ അതിൽ ശിഷ്ടം വരുന്നുണ്ടെങ്കിൽ അത് ഓഡ് നമ്പർ ആയിരിക്കും. ശിഷ്ടം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ശിഷ്ടം 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം അത് ഈവൺ സംഖ്യയാണ് എന്നാണ്, അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണെന്നാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നെസ്റ്റഡ് ഈഫ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ നെസ്റ്റഡ് ഈഫും അതേപോലെ എൽസിഫ് ലാഡർ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണ്. അപ്പൊ ഈഫിന്റെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നർത്ഥം. ഇനി അടുത്തായിട്ട് നമ്മൾ നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നെസ്റ്റഡ് ഈഫ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ സാധാരണയായിട്ട് പ്രോഗ്രാമിങ്ങിലൊക്കെ സാധാരണ വളരെയധികം ആപ്ലിക്കേഷനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നെസ്റ്റഡ് ഈഫിന് നമ്മളൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇസ് എംബഡിങ് ഈഫ് സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് അനദർ ഈഫ് സ്റ്റേറ്റ്മെന്റ്. ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റിനകത്ത് വേറൊരു ഈഫ് സ്റ്റേറ്റ്മെന്റും കൂടി കൊടുക്കുകയാണെങ്കിൽ അതിനാണ്, അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ കാണാം, ഈഫ് കണ്ടീഷൻ 1. നമ്മൾ ഈഫ് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ ആ ബ്രാക്കറ്റിനകത്താണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ബ്രാക്കറ്റ് എന്നല്ല പാരന്തിസിസ് എന്നാണ് പറയാം. ഈ പാരന്തിസിസിനകത്ത് ലെഫ്റ്റ് പാരന്തിസിസും റൈറ്റ് പാരന്തിസിസും അതിനകത്ത് നമ്മൾ കണ്ടീഷൻ 1 എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമ്മൾ കൊടുക്കും. ഇപ്പൊ നമ്മൾ 2 സംഖ്യകൾ തമ്മിൽ ലാർജ് ചെക്ക് ചെയ്യാനാണെങ്കിൽ ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി അതായിരുന്നു നമ്മുടെ കണ്ടീഷൻ. ഇനിയിപ്പോ പോസിറ്റീവ് നെഗറ്റീവ് ചെക്ക് ചെയ്യാനാണെങ്കിൽ ഈഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 0 അതായിരുന്നു നമ്മളെ കണ്ടീഷൻ. ഇപ്പോ എന്താണ് നമ്മൾ ഓഡ് ഈവൻ ചെക്ക് ചെയ്യാനാണെങ്കിൽ ഈഫ് നമ്പർ പെർസെന്റേജ് 2 ഈക്വൽ ടു എന്നുള്ളതിനവിടെ ഡബിൾ ഈക്വൽ ടു ആണ്. ഡബിൾ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് അത് ഈവൻ ആണ്. ഈക്വൽ എന്താണ് ഈ ഡബിൾ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ അത് ഓഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ
പ്രോഗ്രാം എഴുതിയത്. അപ്പൊ ഇതിനാണ് എന്താ പറയുന്നത് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മൾ കണ്ടോ ഇതൊരു ഈ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഈ ബ്രാക്കറ്റിനകത്ത്, ഈ കേളി ബ്രാക്കറ്റിനകത്ത് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ 1 ട്രൂ ആയി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പ്രവേശിക്കും. ഇനി കണ്ടീഷൻ 2 കൂടി ശരിയായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ നമ്മൾ പറഞ്ഞ എക്സിക്യൂട്ട്സ് വെൻ കണ്ടീഷൻ 2 ഈസ് ട്രൂ, ഇതിനകത്തേക്ക് പ്രവേശിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് എക്സിറ്റ് ചെയ്യുകയും ആണ് ചെയ്യാം. അപ്പൊ അതിനാണ് എന്ത് നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈഫിനകത്ത് വേറൊരു ഈഫ്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. ജോലിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറയുന്നത് എന്താണ്, ഏജ് 18 or above ആവണം എന്ന് പറഞ്ഞാൽ 18 വയസ്സായ ആളുകൾക്ക് മാത്രമേ ജോലി ചെയ്യാം, ആ ജോലിക്ക് പറ്റുള്ളൂ. അപ്പൊ 18 വയസ്സായിട്ടുണ്ടോ എന്നുള്ള ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇനി 18 വയസ്സായ എല്ലാവരെയും ജോലിക്ക് അർഹരാവോ, അല്ലെങ്കിൽ എല്ലാവർക്കും ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളിപ്പോ ഒരു ഉദാഹരണമായിട്ട് ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററുടെ ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റിന്റെ ജോലിയാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഏജ് എന്താവണം, ഗ്രേറ്റർ ദാൻ 80 ആവണം. സെക്കൻഡ് കണ്ടീഷൻ ഉണ്ട്, എന്താണ്, അയാള് എന്താണ് കോപ്പ അല്ലെങ്കിൽ ഏതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് സർട്ടിഫൈഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ടീഷൻ 2 എന്ന് പറഞ്ഞത് അതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ അടുത്ത കണ്ടീഷനും കൂടി കൊടുക്കാം. അപ്പൊ അങ്ങനെ 2 കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനകത്ത് വേറൊരു കണ്ടീഷൻ കൂടി കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. നെസ്റ്റിംഗ് എന്നാണ് ഇതിന് പറയാം. അപ്പൊ ഈ നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെന്റിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ എന്താണ് നെസ്റ്റഡ് ഈഫ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. എംബഡിങ് ഈഫ് സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് അനദർ ഈഫ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ an if statement inside another if statement is called the nested if statement എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഇവിടെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് കണ്ടീഷൻ, ഈ ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിനകത്തേക്ക് വരുള്ളൂ. ഇതിന്റെ ഫോൾസ് ആയി കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. കണ്ടാൽ അറിയാം, ലെഫ്റ്റിലേക്കാണ് ഇത് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ അവസാനിക്കാനുള്ള അങ്ങനെ എന്തോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്തോ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിലേക്ക് പോയിട്ട് അത് അവസാനിക്കുകയാണ് ചെയ്യുക. ഇനി ട്രൂ ആണെങ്കിൽ വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1, അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇത് അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് നമ്മൾ കാണിച്ചത്. ഇനി വേറൊരു എക്സാമ്പിൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ 2 കണ്ടീഷൻസ്, ഇപ്പൊ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാലും എന്തുണ്ട്, കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാലും വേറെ ഓപ്ഷനും ഉണ്ട്. അപ്പൊ കണ്ടീഷൻ 1 എന്നുള്ളത് ഇഫ് കണ്ടീഷൻ 1 ഈസ് ട്രൂ ആണെങ്കിൽ എന്താണ്, ഈ ലെഫ്റ്റിലേക്ക് വരും, സ്റ്റേറ്റ്മെന്റ് സെറ്റ് 1ലേക്ക് വരും. ഇനി അതിനുശേഷം കണ്ടീഷൻ 2 ചെക്ക് ചെയ്യുന്നുണ്ട്. കണ്ടീഷൻ 2 ഫോൾസ് ആണെങ്കിൽ വീണ്ടും ലെഫ്റ്റിലേക്ക് വന്നിട്ട് ഇത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ കണ്ടീഷൻ 2 ഫോൾസ് ആയി കഴിഞ്ഞാൽ, കണ്ടീഷൻ 2 ഫോൾസ് ആയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടീഷൻ 2 ട്രൂ ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഓപ്ഷനിലേക്ക് ഇവിടെ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസും ആണ്. അതേപോലെ ഇവിടെയും ഈ കണ്ടീഷൻ ഫോൾസ് എന്നുള്ളതിൽ വന്നു കഴിഞ്ഞാൽ ഇതിലും ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസും. അതേപോലെ തന്നെയാണ് ഇവിടെ ട്രൂവും ഫോൾസും ആണ്. ഇവിടെ എഴുതിയത് തെറ്റിപ്പോയതാണ്. ഇവിടെ ട്രൂവും ഫോൾസും ആയിട്ടാണ് ഇതിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ, ഈ ഒരു മെറൂൺ കളറിൽ കാണുന്ന ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇതാണ് ഈഫ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇവിടെ ഒരു ഈഫ് വരുന്നുണ്ട്, ഇതിനകത്താണ് വീണ്ടും ഈഫ് എന്ന് പറഞ്ഞാൽ ഇത് ട്രൂ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ, ഇത് ഫോൾസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പൊ ലെഫ്റ്റും റൈറ്റും നോക്കുക, ലെഫ്റ്റിലേക്ക് വരുന്ന എപ്പോഴും ട്രൂ ആകുമ്പോൾ മാത്രമാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ ഫോൾസ് ആയി കഴിഞ്ഞാലാണ് ഇതിലേക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ ഇതിനകത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുന്നത്, ഈ
നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് നമ്മൾ പറയുന്നത്. നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇനി ചെയ്യുന്ന വേറൊരു നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് കൂടി നമ്മൾ ഇവിടെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയും. പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഒന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോഗ്രാമിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ 2 സംഖ്യകളിൽ ലാർജസ്റ്റ് കാണാനുള്ള ഒരു ഇതായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 സംഖ്യകൾക്ക് പകരം ഇവിടെ 3 സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ 3 സംഖ്യകളിൽ ABC എന്ന് പറഞ്ഞിട്ടുള്ള 3 സംഖ്യകളിൽ ലാർജസ്റ്റ് ഏതാണ് എന്ന് കാണാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ലാർജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, 3 സംഖ്യകളുണ്ടെങ്കിൽ ആ 3 സംഖ്യകളിൽ ഓരോന്നുമായിട്ടും കമ്പയർ ചെയ്യണം അല്ലെ. കഴിഞ്ഞ കേസിൽ നമ്മൾ 2 സംഖ്യകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ 2 സംഖ്യകൾ മാത്രമാണ് നമ്മൾ കമ്പയർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ എയും ബിയും ആദ്യം കമ്പയർ ചെയ്യണം, അതിലേതാണ് വലുത് എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇപ്പൊ 2 സംഖ്യകൾ മാത്രമാണെങ്കിൽ നമുക്ക് അത് മാത്രം ചെക്ക് ചെയ്താൽ മതി, ഏത് എയും ബിയും മാത്രം ചെക്ക് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എയും ബിയും മാത്രം ചെക്ക് ചെയ്താൽ പോലെ സിയുമായിട്ടും കമ്പയർ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ ഒരു ലോജിക്ക് നമ്മൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് അൽഗോരിതം വരച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ ഹൈറ്റ് ഉള്ള ആള് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അവിടെ എന്താ നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചത്? ആ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരാളെടുക്കും, അയാളുമായിട്ട് അടുത്ത ആള് കമ്പയർ ചെയ്യും അല്ലെ. അതേ ലോജിക്ക് തന്നെ നമുക്ക് ഇവിടെ 3 സംഖ്യകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ 3 സംഖ്യകളിലെ ഏതാണ് വലുത് എന്ന് കമ്പയർ ചെയ്യുമ്പോഴും അതേ സെയിം ലോജിക്ക് തന്നെ നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈഫ് അല്ലെങ്കിൽ ഈസ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സംഖ്യ ബിയിനേക്കാളും വലുതാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് യെസ് ആണെങ്കിൽ എന്താണ്, ഇപ്പോ നിങ്ങളുടെ മനസ്സിലൊരു 3 സംഖ്യകൾ വേണം. അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ 10, 8, 6 ഇങ്ങനെ 3 സംഖ്യകളാണ്, എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 സംഖ്യകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എന്താണ് 10 ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താവുന്നുണ്ട്, അവിടെ ട്രൂ ആവുന്നുണ്ട്. അപ്പൊ ട്രൂ ആയി കഴിഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി. അപ്പൊ ഇവിടെ യെസ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്. ഇവിടെ യെസ് നമ്മൾ റൈറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്, വലതു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് യെസ്സിൽ വരും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, എ ബിനേക്കാളും വലുതാണെന്ന് നമുക്ക് ശരിയായി. അപ്പൊ എ വലുതാണ്. ഇനി ആ എ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സിയുമായിട്ടും കമ്പയർ ചെയ്യണം. അതാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എന്താണ്, എസ് ആണെങ്കിൽ എന്താണ്, എ ഈസ് ദി ലാർജസ്റ്റ് നമ്പർ. അതാണ് ഇവിടെ വീണ്ടും എന്താണ് ഒരു ഈഫും കൂടി വന്നു. അപ്പൊ ഇതാണ് എന്ത് നെസ്റ്റഡ് ഈഫ് എന്നുള്ളതിന് എക്സാമ്പിൾ. കണ്ടോ, അത് ഈസ് എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളത് അത് നമ്മുടെ ഡയമണ്ട് ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന ആ സിമ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പാരിസൺ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡിസിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഈഫ് വരുന്നുണ്ട്. രണ്ടാമത് ഈസ് എ ഗ്രേറ്റർ ദാൻ ബി സി എന്ന് കൊടുത്ത് അവിടെയും വീണ്ടും ചെക്ക് ചെയ്യുന്നു. അപ്പൊ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ആണെങ്കിൽ എ വലുതാണ്. ഇനി എ വലുതല്ലെങ്കിലോ, എ വലുതല്ലെങ്കിൽ എന്താണ്, പിന്നെ സാധ്യതയുള്ളത് എന്താണ്, സി വലുതാണ്. അതെന്തുകൊണ്ടാണ്? കാരണം എയും ബിയും നമ്മൾ ആൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട്. എയും ബിയും ആൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അതിൽ വലുത് എന്താണ്, ഇവിടെ നമ്മൾ എ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എ ഗ്രേറ്റർ ദാൻ സി ആണോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി വലുതാണെങ്കിൽ സി എന്നുള്ളത് പ്രിന്റ് ചെയ്യണം. അതിനെ വീണ്ടും ബിയോട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, എയും ബിയും ആൾറെഡി ചെക്ക് ചെയ്തിട്ട് എ വലുതാണെങ്കിൽ മാത്രമാണ് എ വരുന്നത് അങ്ങോട്ട്. ഇനി അടുത്തത്, ഇനി ഇപ്പോ ഞാൻ പറഞ്ഞ ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. എ എന്ന് പറഞ്ഞത് 8 ആണ്, ബി എന്ന് പറഞ്ഞത് 10 ആണ്, സി എന്ന് പറഞ്ഞത് 6 ആണ്. നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് വലുത് എന്താണ്, ബി എന്നുള്ള സംഖ്യയാണ് നമുക്ക് ഇവിടെ വലുതായിട്ട് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് മുതൽ തുടങ്ങാണ്. എ ബി സി റീഡ് ചെയ്തതിനു ശേഷം എ ഗ്രേറ്റർ ദാൻ ബി ആണോ ചെക്ക് ചെയ്തു. അപ്പൊ അവിടെ തന്നെ എന്താണ്, കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പൊ നമ്മൾ ലെഫ്റ്റിലേക്ക് ബ്രാഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നോ എന്നുള്ളതിലേക്ക് വരും.
അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ഒരു if സ്റ്റേറ്റ്മെന്റ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്ത ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് 10 ആണ് അല്ലെ. എ എന്ന് പറഞ്ഞാൽ എന്താണ് സോറി ബി എന്ന് പറഞ്ഞാൽ 10 ആണ്. എ ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തു. ഇനി സി എന്ന് പറഞ്ഞാൽ എന്താണ് 6 ആണ്. 6ഉമായിട്ട് ചെക്ക് ചെയ്യുന്നു. ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ബി വീണ്ടും എന്താണ് 10 ഗ്രേറ്റർ ദാൻ 6 ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ലെഫ്റ്റിലേക്ക് വീണ്ടും വരും യെസ്. അപ്പൊ പ്രിന്റ് ബി ഇസ് ദ ലാർജസ്റ്റ് നമ്പർ. ബി എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇനി അതല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? എന്ത് പ്രിന്റ് ചെയ്യുമായിരുന്നു? നോ എന്നുള്ളത് സി പ്രിന്റ് ചെയ്യുമായിരുന്നു. ഇനി അതിനൊരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. ഇനി സി വലുതാവുന്ന കേസുകൾ നമുക്ക് എടുക്കാം. ഉദാഹരണമായിട്ട് ഞാൻ സംഖ്യ എൻ്റർ ചെയ്യുന്ന സംഖ്യ 6, 8, 10 എന്നാണ് നോക്കാം. 6, 8, 10 അങ്ങനെയാണെങ്കിൽ 6, 8, 10 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം വരെ എന്താണ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണോ നോക്കും. അപ്പൊ 6 ഗ്രേറ്റർ ദാൻ ബി ആണോ? അല്ല, നോ ആണ് അല്ലെ. അപ്പൊ നോ ആവുമ്പോ ആദ്യം തന്നെ ലെഫ്റ്റിലേക്കാണ് വരിക. ലെഫ്റ്റിലേക്ക് വന്നതിന് ശേഷം എന്താണ് ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് നോക്കും. അപ്പൊ ബി എന്ന് പറഞ്ഞാല് എന്താണ് 6, 8 എന്നല്ലേ. അപ്പൊ 8 ഗ്രേറ്റർ ദാൻ സി ആണ്. ആ കണ്ടീഷൻ എന്താണ് 8 ഗ്രേറ്റർ ദാൻ സി എന്നുള്ള കണ്ടീഷൻ അതും ഫോൾസ് ആണ്. അതും ഫോൾസ് ആയതോടുകൂടി എന്താണ് അതിന്റെ റൈറ്റ് സൈഡിലേക്ക് നോയിലേക്ക് വരും. പ്രിന്റ് സി ഇസ് ദ ലാർജസ്റ്റ് നമ്പർ. സി പ്രിന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ 10 എന്നുള്ള സംഖ്യയാണ് വലുത്. അതുകൊണ്ട് 10 പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിലും ഇതേപോലെ ഒരു സി വരുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനും കൂടി വരുന്നുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതെങ്ങനെ ചെക്ക് ചെയ്യാം? ഇപ്പൊ ഞാന് 8, 6, 10 എന്നാണ് നോക്കാം. 8, 6, 10 എന്നാണ്. അപ്പൊ ഞാന് എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷന് 6, 8, 10 ഇങ്ങനെ നമുക്ക് സംഖ്യകൾ മാറ്റി കൊടുക്കാം. അപ്പോ നമ്മള് ഇവിടെ വരുന്നത് എന്താണ് എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളത്. അപ്പൊ ആ കണ്ടീഷനാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത്. എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്തു. അപ്പൊ 6 യെസ് ആണ്. അപ്പൊ അതിന്റെ വീണ്ടും എ ഗ്രേറ്റർ ദാൻ സി എന്നുള്ള കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും. അപ്പൊ അത് ഫോൾസ് ആണെങ്കിൽ അത് എന്താവില്ല, ട്രൂ ആവില്ല. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഈ ലെഫ്റ്റിലേക്ക് വരുന്നത്. 6, 8, 10. അപ്പൊ അങ്ങനെയാണെങ്കിൽ 6, 8, 10 അങ്ങനെ വരികയാണെങ്കിൽ ഇത് ലെഫ്റ്റിലേക്കാണ് വരിക. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. അത് നോ ആയതുകൊണ്ട് ഈസ് ബി ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞാൽ 8 10നേക്കാൾ കൂടുതലാണോ? അതും എന്താണ് ഫോൾസ് ആണ്. ഫോൾസ് ആവുന്നതോടുകൂടി എന്ത് ചെയ്യും? അതിന്റെ റൈറ്റിലേക്ക് വന്നിട്ട് സി പ്രിന്റ് ചെയ്യും. അപ്പൊ സി പ്രിന്റ് ചെയ്യുന്നതിന് 2 ഓപ്ഷൻസ് വരാം. എന്ന് പറഞ്ഞാൽ നമ്മള് ഇതിന്റെ യെസ്സിലും നോയിലും ഫസ്റ്റിലെ ഈഫിന്റെ യെസ്സിലും നോയിലും അത് വരാം. നമുക്ക് എക്സാമ്പിൾ ഇതിന്റെ പ്രാക്ടിക്കൽ സെഷന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. വേറെ എക്സാമ്പിളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതിനൊരു എക്സാമ്പിള് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലാർജസ്റ്റ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷൻ ആദ്യം കൊടുത്തു. ഇനി ഈ കേളി ബ്രാക്കറ്റുകൾ അല്ലെങ്കിൽ നമ്മളെ കേളി ബ്രാക്കറ്റ്സ് നമ്മൾ ഓരോന്നിനും കൊടുക്കുക. എന്നാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ കാണാം. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് അവസാനിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷൻ കൊടുത്തു. അപ്പൊ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണമെന്നുണ്ട് എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്തു. ഈ എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എന്താണ് ലാർജസ്റ്റ് ഈസ് എ, അല്ലെങ്കിൽ എന്താണ് ലാർജസ്റ്റ് ഈസ് സി. ഇനി ഇതിന്റെ ഈ ഈഫിന്റെ എൽസ് ആണ് ഇവിടെ വരുന്നത്. എൽസിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈഫ് ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് ഈസ് ബി എന്ന് പ്രിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഈസ് സി എന്ന് പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. ഇതാണ് ഈഫ്. അപ്പൊ ഈ ഈഫിനകത്ത് വേറൊരു ഈഫ് വരുന്നതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു? നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നു. അതേപോലെ ഈ ഈഫിനകത്ത് തന്നെയാണ് എന്ത് ഈ ഒരു ഈഫ്.
ഇതിന്റെ എൽസ് പോർഷനിലാണ് എന്ത് പറയുന്നത് ഈ ഒരു ഈഫ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇതിനകത്ത് ഇതൊരു നെസ്റ്റഡ് ഈഫ് ആണെന്ന് പറയാൻ കാരണം ഇതിന് ഈഫിനകത്ത് 2 ഈഫ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈഫിന്റെ എന്താണ് ട്രൂ ആയിട്ടുള്ള ഒരു ബ്ലോക്കിലും വരുന്നുണ്ട്, അതിന്റെ ഫോൾസ് ആയിട്ടുള്ള ബ്ലോക്കിലും, അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആവുന്നതിലും ഫോൾസ് ആവുന്നതിലും ഓരോ ഈഫ് സ്റ്റേറ്റ്മെന്റ് കൂടി വരുന്നതുകൊണ്ടാണ് അതിനെ നെസ്റ്റഡ് ഈഫ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ എക്സാമ്പിൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം എ വലുതാവുന്ന ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. എ വലുതാവുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് കാണാം ലാർജസ്റ്റ് ഓഫ് 3. ഈ എക്സാമ്പിൾ കണ്ടോ, ലാർജസ്റ്റ് ഈസ് എ എന്ന് നമ്മൾ ഇവിടെ ലാർജസ്റ്റ് ഈസ് എ എന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഇതില് ലാർജസ്റ്റ് എ ആണ്. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ എടുത്ത് നോക്കിയാൽ അറിയാം എ എന്നുള്ളതാണ് വലുത്. ഇനി ഞാനിവിടെ എ എന്നുള്ളത് ഇതാക്കിയിട്ട് ബി ആണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ബി എന്ന് പറഞ്ഞത് 13 ആണ്, സി എന്ന് പറഞ്ഞത് 6 ആണ്. അപ്പൊ റൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. റൺ ചെയ്യുന്ന സമയത്ത് കണ്ടോ ലാർജസ്റ്റ് ഈസ് ബി എന്ന് വന്നു. അപ്പൊ ബി എന്നുള്ള സംഖ്യയാണ് ഇവിടെ വലുത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത വേറെ ക്വസ്റ്റ്യനിൽ ഞാനിവിടെ ഇപ്പോ സി എന്നുള്ളത് വലുതാക്കി. സി എന്നുള്ളത് 16 ആയി. അപ്പോൾ റൺ ചെയ്യുമ്പോൾ കണ്ടോ ലാർജസ്റ്റ് ഈസ് സി എന്ന് ഇവിടെ പ്രിന്റ് ചെയ്യും. അപ്പൊ ഇത് നമ്മുടെ പ്രോഗ്രാം ഓക്കെ ആണെന്ന് അർത്ഥം. 3 കണ്ടീഷനും എയും ബിയും സിയും എന്താണെന്നുണ്ട് ഇവിടെ ശരിയാവുന്നുണ്ട് എന്നർത്ഥം. അത് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ലോജിക്ക് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ജസ്റ്റ് ഒന്നുമില്ല, ആദ്യം 3 സംഖ്യകൾ നമ്മൾ റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്യുന്ന ഇപ്പൊ ഞാൻ കഴിഞ്ഞ എക്സാമ്പിളിൽ ഞാൻ കാണിച്ചതിൽ ഞാൻ എയും ബിയും സിയും ഞാൻ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത് റീഡ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് ആ സംഖ്യകൾ റീഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം. അപ്പോഴാണ് ഓരോ പ്രാവശ്യം നമ്പേഴ്സ് നമുക്ക് മാറ്റി കൊടുക്കുമ്പോഴും അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ 3 സംഖ്യകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ 3 സംഖ്യകളിൽ ഏതാണ് വലുത് എന്നുള്ളത് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ 3 സംഖ്യകളും നമ്മൾ ആദ്യം റീഡ് ചെയ്യുന്നു. അതിനുശേഷം ആദ്യത്തെ സംഖ്യ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളെ ഹൈറ്റ് ആരാണ് കൂടുതൽ ഹൈറ്റ് ഉള്ളതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ മാനുവലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ട് ഓരോരുത്തരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഒരാളെ എടുക്കും, അയാള് വലിയ ആളാണ് അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ആളാണെന്ന് നമ്മൾ തീരുമാനിക്കും. എന്നിട്ട് രണ്ടാമത്തെ ആളായിട്ട് കമ്പയർ ചെയ്യും. രണ്ടാമത്തെ ആളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ആളെക്കാളും ഹൈറ്റ് കൂടിയ ആളാണ് രണ്ടാമത്തെ ആളെങ്കിൽ അയാളെ ഹൈറ്റ് ഉള്ള ആളായിട്ട് എടുക്കും. രണ്ടാമത്തെ ആളെ ആദ്യം നമ്മൾ ഹൈറ്റ് ഉള്ളവരാണെന്ന് തീരുമാനിച്ച ആളെ തൽക്കാലം ഒഴിവാക്കും അല്ലെ. അടുത്തത് രണ്ടാമത്തെ ആളെ എടുക്കും, ഇനി 3ാമത്തെ ആളെടുക്കും, 4ാമത്തെ ആൾ, അങ്ങനെ എത്ര ആളുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ആ ഒരു ലോജിക് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാം. അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എ ആണ് വലുതെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിലേക്ക് വരും. പിന്നെ സി ആയിട്ട് കമ്പയർ ചെയ്യും. സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അയാളാണ് വലുതെങ്കിൽ എന്താണ് അയാൾ തന്നെ ഹൈറ്റ് ആയിട്ടുള്ള, ഇപ്പൊ 3 ആള് മാത്രമേ ഉള്ളൂ, അപ്പൊ അയാൾ ഹൈറ്റ് ഉള്ള ആളായും നമ്മൾ തീരുമാനിക്കും. ഇനി ബി വലുതാണെങ്കിൽ എന്താ സംഭവിക്കുക, എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളത് കണ്ടീഷൻ നോ ആവും, അതിന്റെ ലെഫ്റ്റിലേക്ക് വരും. പിന്നെ വീണ്ടും എന്താണ് ബിനെ സി ആയിട്ട് കമ്പയർ ചെയ്യും, അപ്പോഴും അയാളാണ് വലുതെങ്കിൽ ബി പ്രിന്റ് ചെയ്യും. ഇനി സി വലുതാവുന്ന കേസ് 2 പ്രാവശ്യം വരാം, രണ്ട് ഇതിൽ വരാം. എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷനിൽ ബി എ വലുതായിട്ട്, പിന്നെ എന്ന് പറഞ്ഞാല് ആദ്യത്തെ സംഖ്യ 8 ആണ്, പിന്നത്തെ സംഖ്യ എന്താണ് നമ്മള് 10 ആണ്, പിന്നെ അതിലും വലിയ സംഖ്യ 16 ആണ് വരുന്നെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ എന്താണ് എ ഗ്രേറ്റർ ദാൻ ബി 10 ഗ്രേറ്റർ ദാൻ 8 എന്നുള്ള കണ്ടീഷൻ. ഇപ്പൊ 10, 8, 16 എന്നുള്ള സംഖ്യകളാണ് നോക്കുക. അപ്പൊ ആദ്യം എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളത് യെസ് എന്നുള്ളത് വരും. പക്ഷെ ഇവിടെ എ ഗ്രേറ്റർ ദാൻ സി എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആവും. കാരണം എന്താണ് 16 10നേക്കാൾ എന്താണ് വലുതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താണ് എ ഗ്രേറ്റർ ദാൻ സി എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആവും. അതുകൊണ്ട് ഇവിടെ സി എന്നുള്ളത് പ്രിന്റ് ചെയ്യും.
ഇനി നേരെ മറിച്ച് ഇവിടെ അതേപോലെ തന്നെ ഒരു കണ്ടീഷൻ വരാം. അങ്ങനെ നോ ആയിട്ട് എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷൻ ഇതായിട്ട് ഫോൾസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് 4, 10, 16 എന്ന് പറയുക. 4, 10, 16. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളത് നോ ആവും. പക്ഷെ ബി ഗ്രേറ്റർ ദാൻ നോ ആയി കഴിഞ്ഞാൽ ബി ആണ് വലുത് എന്നർത്ഥം. പക്ഷെ ബി ഗ്രേറ്റർ ദാൻ സി ആണോ? അല്ല. കാരണം 4 കഴിഞ്ഞിട്ട് പിന്നെ 10 ആണ്. 10-നേക്കാള് ഗ്രേറ്റർ അല്ല 16. അപ്പൊ അതുകൊണ്ട് നോ വന്നുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും? വീണ്ടും സി എന്നുള്ളത് പ്രിന്റ് ചെയ്യും. അതാണ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. അതിനുള്ള സ്റ്റേറ്റ്മെന്റ്സും അതേപോലെ അതിന്റെ പ്രോഗ്രാമും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. പ്രോഗ്രാം ഒന്നുകൂടി പറയാം. ഇതാണ് പ്രോഗ്രാം. നമ്മളിവിടെ 3 സംഖ്യകൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? var a equal to എന്ന് പറഞ്ഞിട്ട് നമ്പർ ഓഫ് കൊണ്ടും പ്രോംപ്റ്റ് നമ്മൾ കഴിഞ്ഞ കേസിൽ ചെയ്ത പോലെ പ്രോംപ്റ്റ് കൊടുക്കുക. എന്നിട്ട് എന്റർ വാല്യൂ ഫോർ എ എന്ന് കൊടുക്കാം. അതിനുശേഷം അത് കൊടുത്തു. അതിനുശേഷം ബി എന്ന് കൊടുക്കുക. അതിനുശേഷം സി എന്ന് കൊടുക്കുക. അങ്ങനെ 3 വാല്യൂസ് നമ്മൾ ഈ രീതിയിൽ റീഡ് ചെയ്യുക. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ആദ്യം ചെയ്യുക. എന്നിട്ട് അത് ശരിയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എ ബി സി എന്നുള്ളത് നമ്മൾ വാല്യൂ റൺ ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആ ഫ്ലോ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്ലോ ചാർട്ടിൽ അതേപോലെ തന്നെയാണ് നമ്മളിവിടെ പ്രോഗ്രാമും ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ ഓരോ പ്രോഗ്രാമിനും നമ്മൾ എന്ത് ചെയ്യുക? ഈ ഈഫ് എഴുതുമ്പോൾ ഈഫിനും എൽസിനും ഒക്കെ ഇങ്ങനെ കേളി ബ്രാക്കറ്റ് കൊടുക്കാം. ഇങ്ങനെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും റൺ ചെയ്യും. പക്ഷെ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്കിത് കൊടുത്ത് ചെയ്യാം. കാരണം ഇപ്പൊ നമ്മൾ വളരെ ചെറിയ പ്രോഗ്രാമുകളാണ് ചെയ്യുന്നത്. വലിയ പ്രോഗ്രാമുകളാകുമ്പോൾ നമ്മൾ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ വിഷ്ണു അത് ചോദിച്ചില്ലേ? അതേപോലെ നമ്മൾ കൂടുതൽ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ, കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അത് എന്തായാലും നിർബന്ധമായിട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ ഈ കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ വർക്ക് ചെയ്യും. പക്ഷെ അങ്ങനെ കൊടുത്ത് ശീലിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഈഫിന്റെ നെസ്റ്റഡ് ഈഫിനെ കുറിച്ച് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇതൊരു എൽസിഫ് ലാഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. എൽസിഫ് ലാഡർ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. എൽസിഫ് ലാഡർ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ലാഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ജിഫ് ഇമേജ് ഞാൻ അവിടെ റൈറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോണിയാണ് അല്ലെ? മുകളിലേക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറിയിട്ട് ഇപ്പൊ നമുക്ക് എത്ര ഹൈറ്റിലേക്കാണോ കയറേണ്ടത്, എന്ത് സാധനമാണോ എടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെക്കാനോ അങ്ങോട്ട് കയറാനോ ആണെങ്കിൽ എത്ര ഹൈറ്റ് വേണോ അത്രയും നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോകും. ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഹൈറ്റ് എത്തിക്കണമെങ്കിൽ നമ്മൾ അവിടെ നിർത്തും അല്ലെ? രണ്ടാമത്തെ സ്റ്റെപ്പിലാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നതെങ്കിൽ അവിടെ നിർത്തും. അങ്ങനെ കുറെ സ്റ്റെപ്പുകൾ, ഏത് സ്റ്റെപ്പിലാണ് നിർത്തണമെങ്കിൽ അവിടെ നിന്ന് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യും. അതാണ് ലാഡർ. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കയ്യിൽ മനസ്സിൽ വേണം. അപ്പൊ ഈ ലാഡറിന് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് പോലെയാണ് ഇതിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്താണ് ഹിയർ എ യൂസർ ക്യാൻ ഡിസൈഡ് എമംഗ് മൾട്ടിപ്പിൾ, കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈഫുകളുടെ കുറെ ഓപ്ഷൻസ് എൽസിഫ് ലാഡറിൽ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ്സ് ആർ എക്സിക്യൂട്ടഡ് ഫ്രം ദ ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്കായിരിക്കും എന്തേ? നമ്മളിപ്പോ ലാഡറിൽ മുകളിലേക്ക് കയറുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്തേ? മുകളിൽ നിന്ന് താഴേക്കായിരിക്കും ഈഫ് സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ ഒരു കണ്ടീഷൻ ആസ് സൂൺ ആസ് വൺ ഓഫ് ദ കണ്ടീഷൻ ഓഫ് കണ്ടീഷൻസ് കൺട്രോളിംഗ് ദ ഇഫ് ഈസ് ട്രൂ, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഈഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദി ലാഡർ ഈസ് ബൈപ്പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിവാക്കും. റെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദി ലാഡർ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പുകൾ നമ്മൾ ഒഴിവാക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ലാഡറിൽ നമ്മൾ കയറുകയാണെങ്കിൽ എന്ത് ചെയ്യും?
ഇപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം എടുക്കാൻ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കിട്ടുവാണെങ്കിൽ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് കയറേണ്ട ആവശ്യമില്ലല്ലോ, അത് ബൈപ്പാസ് ചെയ്യില്ലേ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താണ് ഒരു കണ്ടീഷനിൽ നമ്മൾ അത് ആ സ്റ്റെപ്പ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ അതോടുകൂടി സ്റ്റേറ്റ്മെന്റ് അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. അതേപോലെ ഇനിയിപ്പോ അതിലൊന്നുമില്ല, അപ്പൊ ഉദാഹരണമായിട്ട് ലാഡറിന്റെ ഏറ്റവും മുകളിലെത്തിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്ര ഹൈറ്റിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ആ സാധനം എടുക്കാൻ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിൻവാങ്ങും അല്ലെ. അതേപോലെ എന്താണ് ഇവിടെ നൺ ഓഫ് ദി കണ്ടീഷൻ ഈസ് ട്രൂ, ഒരു കണ്ടീഷനും ട്രൂ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഫൈനൽ എൽസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് എന്ത് എൽസ് ഇഫ് ലാഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈഫിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോമുകളാണ് നമ്മൾ പഠിച്ചത്. ആദ്യം സിമ്പിൾ ഈഫ് പഠിച്ചു. ഈഫിന്റെ എന്താണ് രണ്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഈഫും അതിന്റെ ഈഫ് കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ എൽസ്, അതിനാണ് എൽസ് ഈഫ് എൽസ് എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ ഫോമാണ്. മൂന്നാമത്തെ ഫോം നമ്മൾ ഇന്ന് പഠിച്ച എന്താണ് ഈ ഈഫിന്റെ നെസ്റ്റഡ് ഈഫ് എന്ന് പറയും. ഒരു ഈഫിനകത്ത് വേറൊരു ഈഫ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ഫൈനൽ ആയിട്ട് നാലാമത്തെ ഓപ്ഷനാണ് നമ്മൾ ഇന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്ലൈഡിലുള്ളത് എൽസ് ഇഫ് ലാഡർ എന്ന് പറഞ്ഞാൽ. ലാഡർ എന്ന് പറഞ്ഞാൽ കോണിയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും, കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ എന്താ പറയുന്നത്, നമ്മൾ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് ഇവിടെ കാണാം. ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. അതോടുകൂടി ഇവിടെ അവസാനിക്കും. ഇവിടെ ഈ ഗ്രീൻ ഇവിടെ ഈ ലാസ്റ്റിലേക്ക് വന്നിട്ട് അത് അവസാനിക്കും. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ വീണ്ടും എന്താണ് അടുത്ത കണ്ടീഷനിലേക്ക്, ഇപ്പൊ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒന്നും ആലോചിച്ചാൽ മതി നിങ്ങൾ. ലാഡറിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പോലെ ടോപ്പ് ടു ബോട്ടം ആണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക, അത് അതിന് താഴത്തത്, പിന്നെ അടുത്തത്, അങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇത് ഫോൾസ് ആയി കഴിഞ്ഞാൽ കണ്ടീഷൻ അടുത്ത കണ്ടീഷനിലേക്ക് നോക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ താഴത്തെ സ്റ്റെപ്പിലേക്ക് നോക്കും. നമ്മൾ ലാഡറിന് തിരിച്ചിറങ്ങുന്നത് ആ ഓർഡറിലാണ് ഫോൾസ്. അപ്പൊ നമ്മൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഇത് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വീണ്ടും ഫാൾസ് അടുത്തേക്ക് പോകും. ഇനി വീണ്ടും കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതിലും കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് ഇതൊന്നും അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഒന്നുമല്ല എങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് 5 നമ്മൾ എന്ത് ചെയ്യും, ഇതോടുകൂടി ഇത് അവസാനിപ്പിക്കും. അതാണ് എൽസ് ഇഫ് ലാഡർ എന്ന് പറഞ്ഞാൽ. അതിന് ഒന്നുകൂടി പറയാം, കുറെ കണ്ടീഷൻസ് ഉണ്ടാവും. ഈഫ് സ്റ്റേറ്റ്മെന്റുകളിന്റെ എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതില് ഫസ്റ്റ് കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യും, അതൊക്കെ ആണെങ്കിൽ അതോടുകൂടി അവസാനിപ്പിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതൊക്കെ ആണെങ്കിൽ അതോടുകൂടി അവസാനിപ്പിക്കും. ഇനി അതിലും വീണില്ല, അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതോടുകൂടി അവസാനിപ്പിക്കും. അല്ലെങ്കിൽ അങ്ങനെ അവസാനം ഇതൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവസാനം ഫോൾസിലായിരിക്കും അല്ലെങ്കിൽ അവസാനത്തെ എൽസിലായിരിക്കും ഇത് അവസാനിപ്പിക്കുക. അതാണ് എന്ത് റിസീവ് ലാഡർ. ഇപ്പൊ ഇതിന് ഒരു എക്സാമ്പിള് ഒരു റിയൽ ആയിട്ട് നമ്മൾ ഇപ്പൊ എക്സലിലൊക്കെ നിങ്ങൾ ചെയ്ത ഒരു എക്സാമ്പിളാണ് ഈ എൽസിഫ് ലാഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഒരു കുട്ടിയുടെ റിസൾട്ട് നമ്മൾ പ്രിന്റ് ചെയ്യാണ്. റിസൾട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് 90 മാർക്കിലേക്കാൾ അയാളുടെ സ്കോർ 90-നേക്കാൾ കൂടുതലാണെങ്കിൽ എന്താണ്, ഗ്രേഡ് എ ആണ് വേണ്ടത്. അല്ലെങ്കിൽ ഗ്രേഡ് 80-നേക്കാൾ കൂടുതലുള്ളൂ, 90-നേക്കാൾ താഴെയാണെങ്കിൽ ഗ്രേഡ് ബി ആണ് വേണ്ടത്. ഇനി അതല്ല, സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണ്, പക്ഷെ ലെസ് ദാൻ 60 ആണ്, ഗ്രേറ്റർ ദാൻ 60 ആണ്, ഗ്രേറ്റർ ദാൻ 70 ആണ്, പക്ഷെ ലെസ് ദാൻ 80 ആണ്. അങ്ങനെയാണെങ്കിൽ സി വരും. ഇനി എന്താണ്, ഗ്രേറ്റർ ദാൻ 60 ഓർ ഈക്വൽ ടു 60 ആണ്, പക്ഷെ ലെസ് ദാൻ 70 ആണെങ്കിൽ ആ ഗ്രൂപ്പ് ഡി. ഇതൊന്നും അല്ലെങ്കിൽ എന്താണ്, ഈ 60-നേക്കാളും താഴെയാണെങ്കിൽ
അയാളുടെ ഗ്രേഡ് എഫ് എന്നാണ് വരേണ്ടത്. അപ്പൊ അത് നമ്മൾ സാധാരണ എക്സലിലൊക്കെ നമ്മൾ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അതിന്റെ വേറൊരു ഇതായിട്ട് നമുക്ക് ഇങ്ങനെ ഈ എൽസിഫ് ലാഡർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഇതും മാത്രം ആലോചിച്ചാൽ മതി നിങ്ങൾ. അപ്പൊ സ്കോർ ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ ഗ്രേഡ് എ ആയിട്ട് മാറും, അല്ലെങ്കിൽ അയാള് ഫസ്റ്റ് ഗ്രേഡ്. ഇനി അതല്ല, അയാൾ 90യേക്കാൾ ഗ്രേറ്റർ അല്ല, പക്ഷെ 80യേക്കാൾ കൂടുതലാണ് അയാളുടെ മാർക്ക്, അങ്ങനെയാണെങ്കിൽ ഗ്രേഡ് ബി എന്ന് പറയും. എന്നാൽ 80യേക്കാൾ താഴെയാണ് പക്ഷെ ഗ്രേറ്റർ ദാൻ 70 ആണെങ്കിൽ അയാളുടെ സ്കോർ 7 ആണ്, സി എന്നായിരിക്കും. അല്ലെങ്കിൽ 70യേക്കാൾ താഴെയും എന്നാൽ 60യേക്കാൾ കൂടുതലുമാണ്, അല്ലെങ്കിൽ 60 ഓർ ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ സ്കോർ ഡി ആണ്. അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ എന്താണ്, അയാളുടെ ഗ്രേഡ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേഡാണ്. അതാണ് ഇത്. ഈ ഗ്രേഡ് കാൽക്കുലേഷൻ ആണ് എന്ത് ഈ ഒരു സ്ലൈഡിലൂടെ ഞങ്ങൾക്ക് ഇത് നമുക്ക് ഒരു എൽസിഫ് ലാഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന്റെ പ്രാക്ടിക്കൽ ഇപ്പൊ എൽസിഫ് ലാഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഈ പ്രോഗ്രാം നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു മാർക്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനെ നമ്മൾ സ്കോർ എന്നുള്ള ഒരു വേരിയബിളിലേക്ക് റീഡ് ചെയ്തിരിക്കുന്നു. സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇയാളുടെ മാർക്ക് റീഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ പിന്നെ അടുത്തായിട്ട് ചോദിക്കുന്നത് ഈ സ്കോർ ഈക്വൽ ടു 100 ആണോ? ഞാൻ ഫ്ലോ ചാർട്ടിൽ കാണിച്ചതിനേക്കാൾ കൂടെ ഒരു സ്റ്റെപ്പും കൂടി ഇതിൽ കൂടുതലുണ്ട്. സ്കോർ ഈക്വൽ ടു 100 ആണെങ്കിൽ, അല്ലെങ്കിൽ 100ൽ 100 ആണെങ്കിൽ അയാളുടെ ഗ്രേഡ് എസ് ആണ്. അപ്പൊ പ്രിന്റ് ചെയ്യുമ്പോൾ സൂപ്പർ, യുവർ ഗ്രേഡ് ഈസ് എസ് എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക്. അത് അങ്ങനെ നമ്മൾ ചെയ്യാം. ഇനി അയാൾക്ക് മാർക്ക് 100 ഇല്ല, പക്ഷെ 90നേക്കാൾ കൂടുതലുണ്ട്, 90ഓ അതിനേക്കാൾ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്താണ്, ഇവിടെ എൽസിഫിലാണ് കൊടുക്കുന്നത്. എൽസിഫ് പോർഷനിൽ നമ്മൾ ഇത് എൽസിഫ് എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഈഫ് എൽസ് എന്നല്ല കൊടുക്കുക, എൽസിഫ് എന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എൽസിഫിൽ സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ ഗ്രേഡ് എ എന്ന് കൊടുക്കും. അപ്പൊ അതിനുശേഷം നമ്മൾ പ്രിന്റ് ചെയ്യുന്ന കാര്യം നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇവിടെ കൊടുക്കുന്ന എക്സലന്റ് ആണ്. എക്സലന്റ്, യുവർ ഗ്രേഡ് ഈസ് ജസ്റ്റ് ഗ്രേഡ്. അപ്പൊ ഗ്രേഡ് പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണ്, ഗ്രേഡ് എ എന്ന് പ്രിന്റ് ചെയ്യും. അതേപോലെ ഇതല്ലെങ്കിൽ ഈ കണ്ടീഷൻ ആണെങ്കിൽ 80 ചെക്ക് ചെയ്യും, അവിടെ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്രേഡ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് പ്രിന്റ് ചെയ്യാണ്. ഇനി എൽസിഫ് വീണ്ടും സ്കോർ ഗ്രേറ്റർ ദാൻ 70 ആണ് നോക്കുക. 70 ആണെങ്കിൽ സി ആണ് ഗ്രേഡ്, ഗുഡ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഡി ആണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ ഗ്രേഡ് ഡി എന്ന് കൊടുക്കും. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് സാറ്റിസ്ഫാക്ടറി എന്ന് കൊടുക്കുകയാണ്. യുവർ ഗ്രേഡ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് പ്രിന്റ് ചെയ്യുകയാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ അവസാനത്തെ ഓപ്ഷനാണ് എന്ത്, ഗ്രേഡ് എഫ്. സോറി, യുവർ ഗ്രേഡ് ഈസ് എന്ന് പറഞ്ഞിട്ട് എഫ് കൊടുക്കാം. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിൽ ഉള്ളത്. ഇതാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എൽസിഫ് ലാഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഗ്രാം എൽസിഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഇതിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അതിനുശേഷം ഈഫ് കൊടുക്കുക. ഫസ്റ്റത്തെ ഈഫ് തന്നെ കൊടുക്കേണ്ടത്, പിന്നെ എൽസിഫ്, വീണ്ടും എൽസിഫ്, ഇത് എൽസിഫ്, അവസാനം ഉള്ളത് എൽസ് എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇതിനാണ് എന്ത് പറയുന്നത്, എൽസിഫ് ലാഡർ. അപ്പൊ ഈഫിന്റെ 4 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഈഫ് ആയിരുന്നു. രണ്ടാമത് നമ്മൾ പഠിച്ചത് എൽസ് ഈഫ് ആണ്, സോറി ഈഫും എൽസും ആണ്. മൂന്നാമത് നമ്മൾ പഠിച്ചത് അതിന്റെ ഈഫിന്റെ നെസ്റ്റഡ് ഈഫ് എന്നാണ്, ഒരു ഈഫിനകത്ത് വേറൊരു ഈഫ് വരുന്നതിനാണ് നെസ്റ്റഡ് ഈഫ്. അത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, 3 സംഖ്യകളിൽ ലാർജ് കാണാനുള്ള എക്സാമ്പിളൊക്കെ വെച്ചിട്ട്. ഇനി ഇത് 4ാമത്തെ എക്സാമ്പിളാണ്, 4ാമത്തെ ഫോമാണ് എന്ത്, എൽസ് ഈഫ് ലാഡർ എന്ന് പറയുന്നത്. ഒരു ലാഡറിനെ പോലെ വർക്ക് ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി പറയാം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഈ എൽസിഫിനെ കുറിച്ചാണ്, ഈഫിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് ഈഫിന്റെ 4 ഫോമുകൾ പറഞ്ഞു. സിമ്പിൾ ഈഫ് ഉണ്ട്, എൽസിഫ് ഉണ്ട്, നെസ്റ്റഡ് ഈഫ് ഉണ്ട്, എൽസിഫ് ലാഡർ ഉണ്ട്. ഇനി അടുത്തത് നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബഡിങ് ഈഫ് സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് അനദർ ഈഫ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റിനകത്ത് വേറെ ഈഫ് സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്.
അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ ടെസ്റ്റ് കണ്ടീഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആയി കഴിഞ്ഞാൽ റൈറ്റിൽ വീണ്ടും ടെസ്റ്റ് കണ്ടീഷൻ 2 കൊടുക്കുന്നുണ്ട്. ഇതാണ് എന്ത് ഈ ഈഫിനകത്ത് വേറൊരു ഈഫ് വരുന്നത് എന്ന് പറയുന്നത്. അതാണ് നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ട്രൂയിലും ഉണ്ട് ഫോൾസിലും ഉണ്ട് എന്ത് ഓരോ ഈഫ്, വീണ്ടും ഈഫ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതും വേറൊരു നെസ്റ്റഡ് ഈഫിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതിന്റെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. 3 സംഖ്യകളിൽ വലുത് ഏതാണെന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള 3 സംഖ്യകളാണുള്ളത്. ആദ്യം എയും ബിയും തമ്മിൽ ചെക്ക് ചെയ്യും. എനേക്കാൾ ബി വലുതാണെങ്കിൽ യെസ് ആണെങ്കിൽ എ സിനേക്കാൾ വലുതാണെന്ന് നോക്കും. എന്നിട്ട് ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യാം. എ ആണെന്നുള്ളത് പ്രിന്റ് ചെയ്യാം. ഇനി എയും ബിയും നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് നോ ആണെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ സി ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. യെസ് ആണെങ്കിൽ ബി പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ നോ പ്രിന്റ് ചെയ്യുക. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ ഉള്ളത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്തത് എൽസിഫ് ലാഡർ പോലെ വർക്ക് ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. അതേപോലെ ടോപ്പിൽ നിന്ന് ഡൗണിലേക്കാണ് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ ഇതില് നമ്മൾ ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രൂ എന്നുള്ളത് നമ്മൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് എക്സിക്യൂട്ട് ചെയ്യും. ഇതൊന്നും അല്ലെങ്കിൽ അവസാനത്തെ കണ്ടീഷൻ എൽസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽസ് ഇതിന്റെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അവിടെ തന്നെ അവസാനിക്കും. അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും, ആ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യും, അവിടെ അവസാനിപ്പിക്കും. അല്ലെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ അതോടുകൂടി അത് അവസാനിപ്പിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ അവസാനത്തെ കണ്ടീഷനിൽ ഫോൾസ് ആയിട്ട് എൽസിൽ അത് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്തത് ഗ്രേഡ് കാൽക്കുലേഷൻ ആണ്. നമ്മൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. നമ്മൾ എക്സലിലൊക്കെ ചെയ്ത ഒരു എക്സാമ്പിൾ ആണ്. ഗ്രേറ്റർ മാർക്ക് 90നേക്കാൾ കൂടുതലാണെങ്കിൽ എ ഗ്രേഡ്, അല്ലെങ്കിൽ ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ്, എഫ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അതിന്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇതാണ് നിങ്ങൾ ചെയ്തു നോക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ, നിങ്ങൾ മാർക്ക് എൻ്റർ ചെയ്യുക, ആ സ്കോർ 100 ആണെങ്കിൽ അതിന് സൂപ്പർ യുവർ ഗ്രേഡ് ഈസ് എന്ന് പറഞ്ഞിട്ട് എസ് എന്ന് പ്രിന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ എ, ഗ്രേറ്റർ ദാൻ എ ഓർ ഈക്വൽ ടു 80 ആണെങ്കിൽ അത് എന്താണ് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ബി എന്ന് പ്രിന്റ് ചെയ്യുക. സി ഡി ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് ഏറ്റവും അവസാനം 60യേക്കാൾ താഴെയാണെങ്കിൽ അയാളുടെ എഫ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചെയ്യാം. ഈ പ്രാക്ടിക്കൽസ്, ഈ 2 എക്സാമ്പിൾസ് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ.